ഈശോംശിയായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകം ഭയത്തിന്റെ മുൻപിലാണ്. സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു കാലഘട്ടം. വാർത്താ ചാനലുകൾ തുറക്കുമ്പോൾ നാം കാണുന്നത് കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രമല്ല, ചിതറിക്കിടക്കുന്ന കളിപ്പാട്ടങ്ങളും ചോരയിൽ കുതിർന്ന കുഞ്ഞുടുപ്പുകളുമാണ്. നിങ്ങളൊന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ. യുദ്ധഭൂമിയിൽ ബോംബുകൾ വർഷിക്കുന്ന ആകാശത്തിന് താഴെ പൊടിപടലങ്ങൾക്കിടയിൽ ഇരുന്ന് കരയുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ. വിശപ്പ് കൊണ്ടല്ല അവർ കരയുന്നത്, ഭയം കൊണ്ടാണ്. അവരുടെ അമ്മമാരുടെ കണ്ണുകളിൽ പ്രത്യാശയല്ല, മറിച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കും എന്നറിയാത്ത നിസ്സഹായ അവസ്ഥയുടെ ആഴക്കടലാണ്. അവരുടെ കണ്ണീർ വീണ് ആ മണ്ണ് കുതിർന്നിരിക്കുന്നു. ഈ നൊമ്പരം കാണുമ്പോൾ ദൈവമേ, എവിടെയാണ് നീ എന്ന് നാം ചോദിച്ചു പോകും. എന്നാൽ ആ നുറുങ്ങിയ ഹൃദയങ്ങളുടെ വിളി കേൾക്കുവാൻ സ്വർഗത്തിൽ ഒരമ്മയുണ്ട്. വൈദ്യശാസ്ത്രത്തിനും ഐക്യരാഷ്ട്രസഭയ്ക്കും പരിഹരിക്കാനാകാത്ത വേദനകൾക്ക് മുകളിൽ അത്ഭുതകരമായ സൗഖ്യം നൽകുവാൻ കഴിയുന്ന വിമല ഹൃദയത്തിൻ്റെ ഉടമ. ഭയപ്പെടേണ്ട, ലോകം എത്ര വലിയ ആയുധങ്ങൾ നിരത്തിയാലും അതിനേക്കാൾ ശക്തമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം. നാം മുൻപ് ചിന്തിച്ചതുപോലെ മാരകമായ അസുഖങ്ങളെപ്പോലും മാറ്റി സുഖപ്പെടുത്തുവാൻ അമ്മയുടെ കരങ്ങൾക്ക് കഴിയും. വൈദ്യശാസ്ത്രം കൈവിട്ട എത്രയോ കുഞ്ഞുമക്കൾ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യുദ്ധം വെറും മനുഷ്യർ തമ്മിലുള്ളതല്ല, അത് തിന്മയുടെ ശക്തികളും നന്മയുടെ ശക്തികളും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ജപമാല. ഫാത്തിമയിൽ അമ്മ ആവശ്യപ്പെട്ടത് ദിവസവും ജപമാല ചൊല്ലുവാനാണ്. ജപമാലയിലൂടെ മാത്രമേ ലോകത്തിന് യഥാർത്ഥ സമാധാനം ലഭിക്കൂ. നമ്മുടെ വീടുകൾ ജപമാലകളുടെ കോട്ടകളായി മാറണം. അപ്പോൾ ഒരു തിന്മയ്ക്കും നമ്മുടെ കുടുംബങ്ങളെ സ്പർശിക്കാനാവില്ല. പ്രിയ സഹോദരങ്ങളെ, ലോകം യുദ്ധഭീതിയിൽ അമരുമ്പോൾ നാം നിരാശരാകരുത്. നമ്മൾ തനിച്ചല്ല, സമാധാനത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. എഴുന്നേൽക്കുക, ഭയം വെടിയുക, നിങ്ങളുടെ കരങ്ങളിൽ ജപമാല എന്ന ആയുധമേന്തുക. യുദ്ധം ജയിക്കുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല, മറിച്ച് പ്രാർത്ഥനയുടെ കരുത്തുകൊണ്ടാണ്. അമ്മയുടെ വിമല ഹൃദയം ഒടുവിൽ വിജയിക്കും. ആ വിജയത്തിൽ പങ്കാളികളാകുവാൻ നമുക്കും സാധിക്കണം. ദിവസവും ജപമാല ചൊല്ലുക, ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുക. അത്ഭുതങ്ങളുടെ അമ്മേ, വിമല ഹൃദയത്തിൻ്റെ ഉടമയെ, യുദ്ധക്കെടുതി അനുഭവിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും മാതാപിതാക്കളെയും അങ്ങയുടെ നീലമേലങ്കിയാൽ പൊതിയണമേ. ഞങ്ങളുടെ ജപമാല പ്രാർത്ഥനകൾ സ്വീകരിച്ച് ലോകത്തിന് സമാധാനം നൽകണമേ. ആമേൻ.